അധ്യക്ഷം വഹിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള ആശയത്തിൽപ്പെട്ടവരുടെയും അല്ലാത്തവരുടെയും എല്ലാം ഒരു മാനബിന്ദുവായി മാറിയ തിരുവനന്തപുരം മേയർ, അതുപോലെ തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള എൻ്റെ ദീർഘകാല സഹപ്രവർത്തകരായിരുന്ന ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന അഴിമതിയുടെ കറപുരളാത്ത സംശുദ്ധിയുടെ പ്രതീകമായ എൻ്റെ സുഹൃത്തു കൂടിയായ ജോർജ് കുര്യൻ, മുഖ്യാതിഥിയായി ശ്രീ രാജീവ് ചന്ദ്രശേഖർജി ഇവിടെ എത്തിച്ചേരും. അദ്ദേഹം അമ്പലത്തിൽ പോയതാണ്, ഇവിടെ എത്താമെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള രാജീവ് ചന്ദ്രശേഖർജി, എൻ്റെ പ്രിയ സുഹൃത്തും ഏത് വിഷയത്തെക്കുറിച്ചും എപ്പോൾ വിളിച്ചു ചോദിച്ചാൽ അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട് സാധൂകരിക്കാൻ സാധിക്കുന്ന ഒരു വിസ്മയമായ ശ്രീ പായിപ്ര രാധാകൃഷ്ണൻ, എൻ്റെ ഗുരുനാഥനായ മലയാളക്കരയുടെ മാനബിന്ദു അഭിമാനമായിട്ടുള്ള മധ്യവയോധികനായ നമ്മുടെ മാതൃക ശ്രീ ഒ രാജഗോപാൽജി, ആർ.എം. പരമേശ്വരൻ എത്രയോ കാലമായി ഞാനുമായിട്ട് അടുപ്പമുള്ളയാളാണ്. NDSയുടെ ദേശീയ ഉപാധ്യക്ഷൻ അല്ലെങ്കിൽ വലിയ നേതാക്കളുള്ള ഒരാളാണ്. അനുഭവ സമ്പത്തുള്ള, ഞാൻ ഓർക്കുന്നു അദ്ദേഹം RSPയിലായിരുന്ന കാലം തൊട്ട് എല്ലാം ഞങ്ങൾ തമ്മിൽ അത്രമാത്രം അടുപ്പമുള്ളവരാണ്. അങ്ങനെയുള്ള ആർ.എം. പരമേശ്വരൻ, പത്മകുമാർ വാസ്തവത്തിൽ എൻ്റെ ഇങ്ങനെയുള്ള ഏത് പരിപാടികളിലും പത്മകുമാറിൻ്റെ കയ്യൊപ്പ് ചേർത്താത്ത ഒരു പരിപാടിയും പുസ്തക മേഖലയോട് ബന്ധപ്പെട്ട് ഞാൻ കോഴിക്കോട്ട് നടത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഏറെ പ്രിയങ്കരനായ നല്ല പ്രാക്ടീസ് ഇപ്പം നടത്തി വരുന്ന അഭിഭാഷകൻ, ഞാൻ അദ്ദേഹത്തോടൊക്കെ 10-30 കൊല്ലം, 20 കൊല്ലം, 30 കൊല്ലം മുമ്പ് ഇവരോടൊക്കെ ഞാൻ രാജേഷോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രാക്ടീസ് നിർത്തരുത്. കാരണം അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു പ്രൊഫഷനാണ്. ആര് ഈ പ്രൊഫഷന് വേണ്ടിയിട്ട് സമർപ്പിത ജീവിതം നയിക്കുന്നുവോ അവരെ പരാജയപ്പെടുത്താൻ ആർക്കും സാധിക്കില്ല എന്ന് ആധികാരികമായി അനുഭവത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ സ്വാഗത പ്രഭാഷണം നടത്തിയ വാസ്തവത്തിൽ മനോഹരനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു സഹോദരനെ പോലെയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കാലമുള്ള ബന്ധമാണ്. മറ്റു വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാരെ, 11 മണിയോടുകൂടി മന്ത്രിക്കും മേയർക്കും ഒരു ഔപചാരിക പരിപാടി പങ്കെടുക്കാൻ പോകേണ്ടതുണ്ട്. ഒരു 10:50 പോകുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 11 മണിക്കേ പോകാൻ പറ്റും. പക്ഷെ അത്രയും ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല, ഒരു 15 മിനിറ്റ് സമയം. കാരണം ഈ പുസ്തകത്തെ പറ്റി പറയാൻ, പുസ്തകം എന്ന് പറഞ്ഞാൽ വർത്തമാന ചില സാഹചര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ഉപയോഗിക്കുകയാണ്. ഇപ്പം 10:30 കഴിഞ്ഞു, 15 മിനിറ്റിൽ കൂടി ഞാൻ നിർത്താം. അപ്പോഴേക്കും രാജീവ് ചന്ദ്രശേഖർജി കൊണ്ട് എത്തും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മുടെ നാടിന് എന്താ സംഭവിച്ചത്? ഈ പുസ്തകം എഴുതാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു പ്രധാന ഘടകം അതാണ്. ശബരിമലയുടെ പേരിൽ എന്നും നമ്മുടെ അരങ്ങ് തകർക്കുന്ന പ്രചരണരംഗം, മാധ്യമരംഗം, അതിൽ എത്ര പേർക്കറിയാം സത്യം എവിടെയാണ്? സത്യത്തിൻ്റെ ആഴവും പരപ്പും കണ്ടെത്താൻ ആരുമില്ലാത്ത നാടായി കേരളം മാറുകയാണോ എന്നുള്ള എൻ്റെ വ്യക്തിപരമായ, നേരത്തെ ജോർജിലും വളരെ ശ്രദ്ധിച്ചു പറഞ്ഞു, ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം, അപ്പോൾ അതിൽ മന്ത്രി ഔപചാരികമായി പങ്കെടുക്കുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം എന്നെ ഒന്ന് ചെറിയ തോതിൽ തള്ളി പറഞ്ഞത്. രക്ഷപ്പെടലാണ്, മുൻകൂർ ജാമ്യമാണ്. ഞാൻ പറഞ്ഞത് എന്താ ഇങ്ങനൊരു സ്റ്റേറ്റ് ഇന്ത്യയിലുണ്ടോ? നിങ്ങൾ ആരും, ഞാൻ മലയാളിയെ അഭിമാനിക്കുന്ന ആളാണ്. ഒട്ടേറെ പുസ്തകങ്ങൾ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്, എനിക്ക് അഭിമാനമാണ്. പക്ഷെ ഈ സ്റ്റേറ്റിന് സംഭവിക്കുന്നത് എന്താ? അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ രാജഗോപാലൻ. 97ാമത്തെ വയസ്സിലേക്ക് കടന്നു. വർത്തമാന കേരളത്തിൽ ഒരു മാതൃകയെ തേടി പോകുമ്പോൾ ഏത് പാർട്ടി എടുത്താലും രാജഗോപാൽജിക്ക് പകരം വെക്കാൻ ഒരാളുണ്ടാവില്ല. 6 ക്യാബിനറ്റ് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ഒരു ഭരണകൂടം അദ്ദേഹത്തിന് ശേഷം വന്നു. നിങ്ങൾ എവിടെ വേണം തർക്കിച്ചോളൂ, ആരോട് വേണം തർക്കിച്ചോളൂ.
കേരളത്തിന് വേണ്ടി ഇത്രയും ചെയ്ത ഒരാളിനെ കാണാൻ സാധിക്കും? ഏതെങ്കിലും ഒരാൾ അദ്ദേഹത്തിൽ അഴിമതിയുടെ കറപുരണ്ടതായിട്ട് പറയാൻ സാധിക്കും? അദ്ദേഹം തന്നിൽ അർപ്പിതമായ രാജകീയ അധികാരത്തെ ദുരുപയോഗം ചെയ്തു എന്ന് ശത്രുക്കൾ പോലും പറയാത്ത, കേരളത്തിന്റെ ബ്രാൻഡ് അംബാസഡർ എന്ന് അദ്ദേഹത്തിന്റെ കടുത്ത എതിർഭാഗത്ത് നിൽക്കുന്ന രണ്ട് മുന്നണി നേതാക്കന്മാർ എ കെ ആന്റണിയും അതുപോലെ നയനാരാണെന്ന് എൻ്റെ സംശയം പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. പക്ഷെ 97-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഈ കൊച്ചു കേരളം ഞാനും നിങ്ങളും നൽകുന്നത് കയ്യാമമാണ്. ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വക്കാലത്ത് ഏറ്റുവാങ്ങുക. അഭിഭാഷക ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എൻ്റെ ആദ്യത്തെ കേസ് രാജഗോപാലിൻ്റെ കേസായിരിക്കും. എന്ത് ചെയ്തു രാജഗോപാൽ? അത് മോഷണം നടത്തിയോ? അത് കളവ് ചെയ്തോ? അദ്ദേഹം ഏതെങ്കിലും ഒരാളോട് ചതി കാണിച്ചോ? സംശുദ്ധമായ പൊതുജീവിതത്തിന്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച ഉദാഹരണമായ അദ്ദേഹത്തെ 27-ാം തീയതി കഴിഞ്ഞ ഏതാണ്ട് ഒരു കൊല്ലത്തോളമായി അദ്ദേഹം അറസ്റ്റ് വാറണ്ടിലാണ്. അറസ്റ്റ് വാറണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. വെയിലബിൾ വാറണ്ടും ഉണ്ട്, NBW നോൺ വെയിലബിൾ വാറണ്ടും ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരുള്ളത് NBW ആണ്. ഞാനിപ്പോൾ ഗവർണർ സ്ഥാനം കഴിഞ്ഞ് വന്നപ്പം എൻ്റെ കേസുകളെല്ലാം വീണ്ടും എനിക്കറിയാൻ സമൻസ് വരുമെന്ന്, അതുകൊണ്ട് ഞാനിതെല്ലാം കണ്ടെത്താൻ ഒരു ശ്രമം നടത്തിയ അഭിഭാഷകൻ എന്ന നിലയിൽ അങ്ങനെ പോകുമ്പോഴാണ് O രാജഗോപാൽജി എന്ന് പറയുന്ന ആള് ഹീനമായ കുറ്റം ചുമത്തപ്പെട്ട് ഒരു കേസിൽ അദ്ദേഹത്തെ പിടിവാറുണ്ടെന്ന് പറയാം, അങ്ങനെയല്ല നമ്മൾ പറയാം. NBW നോട്ട് വെയിലബിൾ വാറണ്ട്, NBW-ലാണ്. ഞാൻ അന്വേഷിച്ചു. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്തുള്ള അദ്ദേഹത്തിന്റെ സഹജീവിയോട് അവിടെ ഉള്ള ആളോട് ഞാൻ ചോദിച്ചു. പോലീസുകാർ എപ്പോഴും വരും, പക്ഷെ അദ്ദേഹത്തെ കൊണ്ടുപോകാൻ സാധിക്കാത്തത് കൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യാറില്ല. ഇതാണോ കേരളം? ഈ നാടിനെ കുറിച്ച് അഭിമാനിക്കുമ്പോൾ ഈ 97-ാമത്തെ വയസ്സിലേക്ക് കടന്ന സർവരാലും മാനിക്കപ്പെടുന്ന പൊതുപ്രവർത്തനത്തിന്റെ ഏറ്റവും മികച്ച മാനബിന്ദുവായ അഭിമാന സ്തംഭമായ ഒരാളിന് ഈ പ്രായത്തിൽ NBW ആണ് സമ്മാനമായി നൽകുന്നതെങ്കിൽ ഈ പാവക്കറ എങ്ങനെ കളയാൻ കഴിയും? എന്താ അദ്ദേഹം ചെയ്ത തെറ്റ്? മീഡിയകളൊന്നും പക്ഷേ ഒന്നും പഠിച്ചോ എന്ന് എനിക്കറിയില്ല. ഞാൻ നിങ്ങളുടെ സമയം കവർന്നെടുക്കുകയല്ല, ഇവർക്ക് പോകേണ്ടതുമുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞാൻ നോക്കി, ഞാനും അതിൽ പ്രതിയാണ്. ശബരിമല സമരത്തിന്റെ പേരിൽ എവിടെയോ നടന്ന ഒരു കുറ്റത്തിൽ, ആലപ്പുഴയിലെ മാനാട് നടന്നൊരു കുറ്റത്തിലാണ് അദ്ദേഹം പ്രതി. 3/1/2019 ഒരു ഹർത്താലോ മറ്റോ നടന്നു പത്രേ. BJP ആ ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടില്ല. ഞാൻ അന്നത്തെ പ്രസിഡന്റാണ്. ഞങ്ങൾ ആഹ്വാനം ചെയ്ത ഹർത്താലല്ല. പക്ഷെ ഹർത്താലിനെ തള്ളിപ്പറയുന്നില്ല. ശബരിമല സംരക്ഷണ സമിതി, ആ സമിതിയാണ്. ഞാനും രാജഗോപാൽജിയും കെ സുരേന്ദ്രനും മുരളീധരനും ഞങ്ങൾ ആരും തന്നെ 10 പേര് BJP നേതാക്കന്മാരെ പ്രതിയാക്കിയവരോട്, 4 മുതൽ 15 വരെയുള്ള പ്രതികളാക്കിയവരോട് ഞാൻ ചോദിക്കുന്നു, ആ ഹർത്താല് ആഹ്വാനം ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നു. ആ ഹർത്താൽ ആഹ്വാനം ചെയ്തവരെ ഞാൻ പഠിക്കുന്നുമില്ല. അനിവാര്യമായൊരു ഹർത്താലായിരുന്നു. പക്ഷേ ചെങ്ങന്നൂർ കോടതിയിലെ തെളിവുകളെല്ലാം എല്ലാം പകർത്തിയെടുത്ത് ഞാൻ പഠിച്ചപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കണ്ണുള്ളവർ കാണുക, കാതുള്ളവർ കേൾക്കുക. മാധ്യമങ്ങളോട് ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. ഇല്ലെങ്കിൽ ഈ നാടിന്റെ ഗതി നാളെ എന്താകുമെന്ന് BJP-ക്കാരെ മാത്രം പിടിച്ചു കൊണ്ടുപോയി ഇതൊക്കെ ചെയ്യാം. ഞങ്ങൾ ഇവിടുത്തെ പൗരന്മാരല്ലേ? 2ാം തരം പൗരന്മാരാണോ? ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയിലെ 90% ഗവർണർമാരും RSS BJP ബന്ധമുണ്ടായിരുന്നവരാണ്. ബഹുഭൂരിപക്ഷ മുഖ്യമന്ത്രിമാരും അങ്ങനെയാണ്. രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ സംഘടനയുമായി ബന്ധമുള്ളവരാണ്. ഇങ്ങനെ വേട്ടയാടാൻ പാടുണ്ടോ? ക്യാൻ ഇറ്റ് ബി ജസ്റ്റിഫൈഡ്? ഇത് നീതീകരിക്കാൻ സാധിക്കുമോ? എന്താ അദ്ദേഹം ചെയ്ത തെറ്റ്? അദ്ദേഹം സമരത്തിന്റെ അനുകൂലിയായി എന്ന് പറയാൻ ഹർത്താൽ നിരോധിച്ചിട്ടുണ്ടോ? ഞങ്ങളുമായി ബന്ധമുള്ള ഹർത്താൽ അല്ലാന്ന് ഞാൻ ആദ്യമായി പറഞ്ഞു. ഞാൻ ആധികാരികമായ ഉത്തരവാദിത്വബോധത്തോടെയാണ് എന്നും പറയാറുള്ള, ഇപ്പോഴും അങ്ങനെ തന്നെ പറയുന്നത്. പിന്നെ എന്തിനാ ആ മനുഷ്യനെ 97-ാമത്തെ വയസ്സിൽ പ്രതിയാക്കുന്നത്?
ഗവർണറായി തിരിച്ചു വന്ന ശേഷം എൻ്റെ പേരിലും 27 ഹാജരാവാനായിട്ട് എൻ്റെ വീട്ടിൽ വന്ന് പതിച്ച് നടത്തിയിട്ട് ഇന്നലെ പോയിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഇതൊരു വെല്ലുവിളിയാണ്. ഈ ഭരണകൂടത്തോട്, ആ സംവിധാനത്തോട് മുഴുവൻ ഒരു വെല്ലുവിളിയാണ്. ഇതിനെതിരായിട്ടുള്ള പോരാട്ടം ഞാൻ രാജഗോപാലിൽ നിന്ന് ഏറ്റെടുക്കുകയാണ്, നിങ്ങളെല്ലാം സാക്ഷി നിർത്തിക്കൊണ്ട്. ഇത് വാഷ് ചെയ്യാനൊന്നും ഒരു വിഷമവുമില്ല. കാരണം അത്രമാത്രം ശുദ്ധ അസംബന്ധമാണ്, വിവരക്കേടാണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം DC ബുക്സിന്റെ പരിപാടി ഞാൻ പങ്കെടുത്ത അന്നത്തെ DGP അതിൽ എന്നോടൊപ്പം ആ പരിപാടി പങ്കെടുത്ത ആളാണ്. ഞാൻ അകത്തോട് ചോദിച്ചു, വാട്ട് ഈസ് യുവർ അതോറിറ്റി ടു ഇഷ്യൂ സച്ച് ആൻ ഓർഡർ? വേറെ ഏതെങ്കിലും സംസ്ഥാനത്തായിരുന്നെങ്കിൽ, നീതിബോധമുള്ളവരുണ്ടെങ്കിൽ, അടിസ്ഥാനപരമായ നിയമത്തിന്റെ ബാലപാഠങ്ങൾ അറിയാവുന്ന സാമാന്യ ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ ചോദിക്കുന്നു, ഒരു പോലീസ് ഓഫീസർക്ക് ഒരാളെ പ്രതിയാക്കാൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് അല്ലാതെ DGPക്ക് അവകാശമുണ്ടോ? എന്താണ് നമ്മുടെ നിയമം? ഞാൻ ആരെ അധിക്ഷേപിക്കാനോ, ഞാൻ അങ്ങനെ അധിക്ഷേപിക്കുന്ന ആളല്ല. ഞാൻ ചോദിച്ചപ്പോൾ പഴയ DGP എന്നോട് പറഞ്ഞു, അന്നത്തെ DGP പറഞ്ഞത്, ഫസ്റ്റ് ടൈം ഒരാളിനോട് ചോദിക്കുന്നു, യു ആർ കറക്റ്റ് എന്നാണ്. യു ആർ കറക്റ്റ്. 6 കൊല്ലത്തിന് ശേഷം ഞാൻ ഗവർണറായി തിരിച്ചെത്തിയ ശേഷം എൻ്റെ മനസാക്ഷി എന്നോട് ചോദിക്കുന്നു, എവിടെയാ കേരളം? ഇത് പറയേണ്ടി വരുന്ന സമയത്താണ് ഞാൻ ചോദിക്കുന്നത്, ഒരു DGPക്ക് നിയമമുണ്ടാക്കാൻ അവകാശമുണ്ടോ? IPC-യിലോ CRPC-യിലോ പഴയ, ഇപ്പം എൻ്റെ പുതിയ നിയമങ്ങളുണ്ട്, ഞാൻ അതിൻ്റെ പേരുകൾ പറയുന്നില്ല, ഞാനൊന്നും മാത്രം അത് പഠിച്ചിട്ടില്ല. പഴയ നിയമം ഞാൻ പഠിച്ച ആളാണ്. അഭിഭാഷകരായ ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ. Can a police officer, DGP or a minister concerned, can he legislate? ഇപ്പൊ നാളെ പത്രപ്രവർത്തകരെല്ലാം ഒരു നേതാക്കന്മാരെല്ലാം ഒരു കേസിൽ പ്രതിയാക്കണമെങ്കിൽ ഇവരൊക്കെ അമന്തല്ലോ. അത് അമന്റ് ചെയ്യാൻ പോലീസിന് അധികാരമുണ്ടോ? DGPക്ക് അധികാരമുണ്ടോ? 6 കൊല്ലക്കാലം ആ DGPയുടെ ഓർഡർ ചലഞ്ച് ചെയ്യപ്പെടുത്ത ഒരു നാടായി നമ്മുടെ കേരളം മാറിയെന്ന് പറയുമ്പോൾ എനിക്ക് അപമാനം തോന്നുകയാണ്. ഞാൻ ഉദാഹരണം പറയാം, ഒരൊറ്റ ഉദാഹരണം പറയാം. ഈ ഉദാഹരണം അവലംബിക്കാൻ വേണ്ടിയല്ല, DGP കേൾക്കാൻ വേണ്ടി തന്നെയാണ് ചാനലുകളുടെ മുമ്പിലാണ് ഞാൻ പറയുന്നത്. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള നിയമപ്രകാരം, എവിഡൻസ് ആക്ടും പ്രകാരം, പഴയ എവിഡൻസ് ആക്ട് ആയാലും പുതിയ എവിഡൻസ് ആക്ട് ആയാലും, അവിടെ there is a bar. ആ ബാറ് പോലീസിന്റെ ഹയസ്റ്റ് ഓഫീസർക്ക്, നാളെ ഒരാളെ കുത്തിക്കൊന്നു, DGP അടുത്ത് പോയിട്ട് ഒരു കൊലക്കേസ് നടത്തിയ ഒരാള് കൺഫസ് ചെയ്യുന്നു, ഞാനിതാ കൊലകുറ്റം നടത്തി ഇന്നാളെ കൊന്നിട്ട് വരികയാണ്, അത് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നു. ഞാൻ ആധികാരികമായി പറയുന്നു, ഇന്ത്യയിലെ നിയമപ്രകാരം ആ DGP നാളെ പോയി ഇന്ന ആൾ എന്നത് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് തെളിവിൽ നിയമമല്ല, അഡ്മിസിബിൾ അല്ല, ഇൻഅഡ്മിസിബിൾ ആണെന്ന് വരുന്ന ഒരു നാടാണിത്. അതേസമയത്ത് നിങ്ങൾ ഒരാളെ കുത്തിക്കൊന്ന ശേഷം തെരുവിൽ പോയി, ഞാൻ ഭിക്ഷക്കാരനൊന്നും പറയുന്നില്ല, തെരുവിലെ ഭിക്ഷക്കാരനോട് നിങ്ങൾ പറയുന്നു, ഇതാ ഞാൻ ഇന്ന ആളെ കൊന്നിട്ട് വരികയാണ് എന്ന് പറഞ്ഞാൽ, വീണ്ടും ആ തെരുവിലെ സാധാരണക്കാരനായ ഭിക്ഷ യാചിക്കുന്ന ആള് വാസ്തവത്തിൽ കോടതിയിൽ പോയി തെളിവ് കൊടുത്താൽ 27-28 പ്രകാരം ഇറ്റ് ഈസ് അഡ്മിസിബിൾ. അപ്പൊ തെരുവിലെ തെണ്ടി എന്നുള്ള വാക്ക് അനുഭവിക്കുന്നില്ല. തെരുവിലെ ഭിക്ഷക്കാരൻ, ആ ഭിക്ഷക്കാരനോട് ഒരാളെ കുറ്റം ചെയ്തിട്ട് പോയി പറഞ്ഞാൽ കൺഫ്യൂഷൻ ഈസ് അഡ്മിസിബിൾ. DGPയുടെ അടുത്ത് പോയി കുറ്റം ചെയ്ത ശേഷം അത് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഅഡ്മിസിബിൾ. ഞാൻ റെസ്പെക്റ്റോടുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് പറയുകയാണ്. കാരണം രാജഗോപാലിന്റെയും ഈ BJP നേതാക്കന്മാരുടെ പക്ഷപാതത്തിന് തെളിയിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ്. ഇൻഅഡ്മിസിബിൾ ആണ്. അപ്പൊ ഒരു ഓർഡർ എൻ്റെ കയ്യിലുള്ളത്, ഞാൻ ഇത് എഴുതിയ പേപ്പറിന്റെ വില പോലും ഇല്ല എന്ന് അവരോട് DGPയോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, മുഖ്യമന്ത്രിയോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, കേരളത്തിലെ നിയമ സംവിധാനത്തോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ലെജിസ്ലേറ്റീവ് പവറാണ്. നിയമനിർമ്മാണം നടത്തണം. ഒന്നിൽ സെൻട്രൽ ഗവൺമെന്റ് ശിക്ഷാ നിയമത്തിലെ ഭേദഗതി വരുത്തി ഇന്നവരെ പെടുത്തുന്നു എന്ന് പറയണം. അതല്ലെങ്കിൽ സ്റ്റേറ്റിന് പെർട്ടിക്കുലർ സർക്കംസ്റ്റാൻസിൽ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടായാൽ അവർക്ക് സ്റ്റേറ്റ് അമെൻമെന്റ് കൊണ്ടുവരാം. ഈ ലെജിസ്ലേറ്റീവ് പവർ
എങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നൂറുകണക്കിന് നേതാക്കന്മാർ, രാജഗോപാലിനെ ഞാൻ പറഞ്ഞത് വൈകാരികമായിട്ടാണ്. ആ കേസിൽ തന്നെ രാജഗോപാലിനോടൊപ്പമുള്ള 10 പ്രതികൾ, ശ്രീധരൻപിള്ള പ്രതിയാണ്, കെ സുരേന്ദ്രൻ പ്രതിയാണ്, വി മുരളീധരൻ പ്രതിയാണ്, ശശികല ടീച്ചർ പ്രതിയാണ്, PV മേനോൻ RSSന്റെ മരിച്ചുപോയ സംഖ്യാലക പ്രതിയാണ്. ഇതൊക്കെ പറയേണ്ടി വരുമ്പോൾ 6 കൊല്ലത്തിന് ശേഷം പറയുമ്പോൾ ഞാൻ പറയുന്നു, ഇവിടെ നിയമവാഴ്ച എവിടെ നിൽക്കുന്നു എന്നുള്ളത് തെളിവാണ്. പിണറായി വിജയൻ എനിക്കിത് പറയാൻ പ്രത്യേക കാരണമുണ്ട്. അദ്ദേഹത്തെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ കൊണ്ടുപോയി അടിച്ച് കാൽമുട്ടില്ല തള്ളിയപ്പോൾ അദ്ദേഹത്തിന്റെ നേതാവ് EMS നിയമസഭയിൽ ഉന്നയിക്കാൻ സാധിച്ചു. പിണറായി കേൾക്കട്ടെ. അതുപോലെ തന്നെ പിണറായി വിജയനോട് ഞാൻ ചോദിക്കുന്നു, എല്ലാ ശക്തിയുമുള്ള കണ്ണൂർ ജില്ലയിലെ ഏതെങ്കിലും ഒരാള് ഈ അർദ്ധരാത്രി MLA, ചെറുപ്പക്കാരനായ MLA കൊണ്ടുപോയി ജയിലിൽ തള്ളി കാലിന്റെ പൊട്ട് ഒടിച്ചിട്ട് ഫ്രാക്ചർ ഉണ്ടായിരുന്നു, റെക്കോർഡ് ചെയ്യപ്പെടാതെ തള്ളിയതിനെ പറ്റി അന്വേഷിച്ച് പുസ്തകം എഴുതിയ ഒരേ ഒരാള് ഞാനാണെന്ന് എനിക്ക് അഭിമാനപുരസ്സരം ഇപ്പൊ പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ കീഴിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ വിഷമമുണ്ട് പറയാനായിട്ട്. നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? രാജേട്ടൻ ചെയ്ത ഈ കാര്യത്തെക്കുറിച്ച് ഏത് മീഡിയക്കാർക്ക് വേണേ ഞാൻ തരാം. 475 2019 റിട്ട് പെറ്റീഷനിലെ ഓർഡർ പ്രകാരം ചെയ്തു എന്നാണ് പോലീസ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആര് തീർത്താലും ഇത് ഹൈക്കോടതിയിൽ നിന്നും ഇത് ക്വാഷ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുമെന്ന് പറയാൻ കാരണം നമ്പർ സഹിതമാണ്. ഈ നമ്പറിലെ ഏത് ഉത്തരവാ? ഇത് ഹൈക്കോടതി ഈ കേസ് തന്നെ തള്ളിയതാണ്. ഈ കേസ് തന്നെ തള്ളിയതാണ്. അപ്പൊ കേസ് തള്ളിയ കേസില് എങ്ങനെയാ രാജഗോപാല് പ്രതിയാകുന്നത്? എങ്ങനെയാ സുരേന്ദ്രൻ പ്രതിയാകുന്നത്? മാത്രമല്ല, അതിന് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു IA ആണെന്ന് പറഞ്ഞു. IA എന്ന് പറഞ്ഞാൽ ഇൻട്രീം ആപ്ലിക്കേഷൻ. ഒരു ഇൻട്രീം ആപ്ലിക്കേഷൻ അതിലുള്ളൂ. ഞാനത് മുഴുവൻ രേഖകൾ എടുത്തു. ആ ഇൻട്രീം ആപ്ലിക്കേഷൻ എന്താണെന്ന് അറിയാമോ? 19/1/2019 2 CPM പ്രവർത്തകർ, 2 കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കാസർഗോഡ് ജില്ലയിൽ മാർക്സിസ്റ്റുകാർ കൊന്നു. അന്നേ ദിവസം അവിടെ ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തു. രാജഗോപാൽജി പ്രതിയായ കേസിൽ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പം ഹൈക്കോടതിയുടെ ഓർഡർ ഉണ്ട്. 7 ദിവസത്തെ നോട്ടീസ് കൊടുത്ത് ഹർത്താൽ നടത്താവുന്ന ഓർഡർ ഉണ്ട്. റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഒന്നും ഇല്ല. ഇതാരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വൈകാരികമായിട്ട് പറഞ്ഞത്. ഞാൻ വൈകാരികമായിട്ട് പ്രതികരിക്കുന്ന ആളല്ല. എന്നിട്ട് അവിടെ ഡീൻ കുര്യാക്കോസ്, അന്നത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള 7 പേരെ സമൻ ചെയ്യാൻ കോടതി ഉത്തരവിട്ടു. ഇതാ ഞങ്ങൾ 7 ദിവസം നോട്ടീസ് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് നിങ്ങൾ ലംഘിച്ചു, കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആണെന്ന് പറഞ്ഞ് ചേംബർ ഓഫ് കൊമേഴ്സ് മറ്റേ പോയതിന്റെ പേരിൽ അവരെ വിളിക്കാൻ സമൻ ചെയ്യാൻ ഓർഡർ ഇട്ടു. ആ ഓർഡറാണ് യൂത്ത് കോൺഗ്രസ്സുകാർക്കെതിരായിട്ട് കാസർകോട്ടെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ 5 പേർക്കെതിരായിട്ടുള്ള ഓർഡറാണ്. ആ ഓർഡറിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് സ്നേഹിതന്മാരെ, സുഹൃത്തുക്കളെ, ഈ രാജഗോപാലിനെ പോലുള്ള എന്നെ പോലുള്ള നിരപരാധികളെ ഈ കേസ് പ്രതിയാക്കെന്ന് പറയുമ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥ എവിടെയാണ്? നീതി എവിടെയാണ്? ധർമ്മം എവിടെയാണ്? സത്യം എവിടെയാണ്? ഈ ചോദ്യമാണ് ഈ പുസ്തകം എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് രാജഗോപാലിയുടെ കാര്യം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. എന്നെ ഈ ഒരു പുരുഷായുസ് മുഴുവൻ നിങ്ങൾ ആലോചിക്കുക. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ 68 ഫെബ്രുവരി മാസം 11-ാം തീയതി എൻ്റെ കറുത്ത കോട്ട് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ഇറങ്ങി തിരിച്ച ആളാ. അടിയന്തരാവസ്ഥയിൽ എനിക്കറിയാം, ശാന്ത ഡോക്ടർക്ക് ഒന്നും ചെയ്യാൻ നിസ്സഹായമാണ്. പട്ടിണി ഒഴിവാക്കാൻ അരി പിരിച്ചു കൊണ്ടുപോയി അന്നത്തെ ടൈലർ സ്ട്രീറ്റിലാണ് കൊണ്ടുകൊടുത്തവരിൽ അന്നത്തെ അടിയന്തരാവസ്ഥ വരുന്ന വർക്കായതുകൊണ്ട് അരി ഞങ്ങൾ കൊണ്ടുകൊടുത്തിട്ട് ആ വീട്ടിൽ അരി പോഞ്ഞത്. പിന്നെ മന്ത്രിയായി. ഇതൊക്കെ മറക്കാം. അവിടെയാണ് ധർമ്മം, യഥോ ധർമ്മ തഥോ ജയ. എവിടെയാണോ ധർമ്മമുള്ളത്, മഹാഭാരത മതേതര ഇന്ത്യ, ആ മതേതര ഇന്ത്യയിൽ സുപ്രീം കോടതി ആപ്തവാക്യമായി എഴുതി വെച്ചിട്ടുള്ളത് സ്വീകരിച്ചത് മഹാഭാരതത്തിൽ നിന്നാണ്. യഥോ ധർമ്മ തഥോ ജയ. ധർമ്മത്തിന് അതീശത്വമുള്ള നാടാണ്. സ്വന്തം പ്രവർത്തകരോട് ഒരു ഹോളിൽ വെച്ച്
സമാധാനപരമായ ഗാന്ധിയൻ മോഡൽ സമരം നടത്താൻ കിട്ടിയ അസുലഭ സന്ദർഭമാണ് എന്ന് പറഞ്ഞാൽ സുവർണാവസരം എന്നാണ് എനിക്കൊരു പലരും അതാ വിളിക്കുന്നത്, സുവർണാവസരം ശ്രീധരൻപിള്ള അല്ലേ. ഞാൻ പറയുന്നത് എവിടെയാ, എങ്ങോട്ടാ പോകുന്നത്? നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? എ പാർട്ടിയോ ബി പാർട്ടിയോ സി പാർട്ടിയോ കേരളം ഭരിക്കും, നാളെ BJP ഭരിക്കും അല്ലേ? ഇപ്പൊ തിരുവനന്തപുരം ഭരിക്കുന്നില്ലേ? രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച നേട്ടമാണ് തിരുവനന്തപുരത്തെ മാറ്റമെന്ന് ഞാൻ ഇവിടെ ഉറക്കെ ഉച്ചസ്ഥിരം പറയാൻ ആഗ്രഹിക്കുക. ആ പ്രോസസ് നടക്കും, അത് രാഷ്ട്രീയമാണ്, നടക്കട്ടെ. പക്ഷേ ഈ പുസ്തകത്തിൽ പിണറായി അവിടെ നിൽക്കട്ടെ, ഭരണകൂടം അവിടെ നിൽക്കട്ടെ. നിങ്ങളോട് ഞാൻ പറയുന്നു, സതീശൻ എന്ന് പറയുന്ന ഒരാളിനോട് ഈ കേരളം മുഴുവൻ ഇപ്പൊ ശബരിമലയുടെ പേരില് ഉറഞ്ഞു തുള്ളി നടക്കുകയല്ലേ. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഡേറ്റ് പറയാം. ഇതിൽ നാൾ വഴികളുള്ളതുണ്ട്. 8-ാം തീയതി സുപ്രീം കോടതി വിധി വന്നത്, ആ വിധി വന്ന ദിവസം 2018 സെപ്റ്റംബർ 28. ഞങ്ങൾ ഒന്നാം തന്നെ BJP സമരരംഗത്തിറങ്ങി. ഞാനതൊന്നും ഇവിടെ അതിലേക്കൊന്നും പോകുന്നില്ല. അന്നത്തെ പ്രസിഡന്റാണ് ഞാൻ, അതിലേക്കൊന്നും പോകുന്നില്ല. ചരിത്രമൊന്നും ആർക്കും വായിക്കാൻ സാധിക്കില്ല. 5-ാം തീയതി രമേശ് ചെന്നിത്തല എന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് നിങ്ങളുടെ പത്തനംതിട്ടയിൽ സമരം നടത്തി. ആ ഉപവാസത്തിൽ 100 പേരെ തികച്ചു കിട്ടിയില്ല. വൈകുന്നേരം വരെ ഉപവാസം എന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് നിർത്തിയിട്ട് പോരേണ്ടി വന്നു രമേശ് ചെന്നിത്തലയ്ക്ക്. ആ സംഭവം നടന്ന ഡേറ്റ് 2018 ഒക്ടോബർ 5. 8-ാം തീയതി ഇത് എൻ്റെ ക്ലാസ്മേറ്റായ KPCC പ്രസിഡന്റിനോട്, ഞാൻ അടുപ്പമുള്ള പ്രതിപക്ഷ നേതാവിനോട് ഞാൻ ചോദിക്കുന്നു, 8-ാം തീയതി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പാസാക്കിയ ഒരു പ്രമേയമുണ്ട്. കണ്ണുള്ളവർ കാണുക, വായിക്കുക. ശബരിമല സമരത്തിൽ നിന്നും ഞങ്ങൾ പിൻവാങ്ങുന്നു. ശബരിമല സമരത്തിൽ നിന്നും ഞങ്ങൾ പിൻവാങ്ങുന്നു എന്നുള്ളതാണ് 8-ാം തീയതിയിലെ ആ തീരുമാനം എന്ന് ആധികാരികമായി ഞാൻ എല്ലാം ഉദ്ധരിച്ചിട്ടുണ്ട്. വന്ന പത്രങ്ങളും എല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. 8-ാം തീയതിയിലെ പത്രം നേരിട്ട് ഒരു സമരത്തിലും കോൺഗ്രസ് ഇല്ലെന്ന് പ്രസ്താവിച്ചു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ശബരിമല സമരരംഗത്ത് നിന്ന് പിന്മാറി. കോൺഗ്രസിന്റെ നേതൃയോഗമാണ് തീരുമാനമെടുത്തത്. 9/10/2015, അതായത് വിധി വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അങ്ങനെ പിന്മാറിയവരാണ്. ഇതിന്റെ പേരെന്താ? നാണക്കേടോ? അത് തെറ്റായിപ്പോയി എപ്പോഴെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? വിധി വന്ന ദിവസം, ശബരിമല വിധി വന്ന ശേഷം, ഇതെല്ലാം കൂടെ പറഞ്ഞ് ഒരുപാട് സമയം, ഞാൻ 15 മിനിറ്റ് കൊണ്ടിപ്പോൾ അതിൽ കൂടുതൽ എടുത്തു. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇതാ വന്ന ദിവസം അവിടെ തീരുമാനമെടുത്തുകൊണ്ട് 3 പ്രതികരണങ്ങൾ 3 പാർട്ടികൾ നടത്തി. വിധി ചരിത്രപരമാണ്, സ്വാഗതാർഹമാണ്, നടപ്പാക്കേണ്ടതാണ്. ആ ദിവസം കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി, രണ്ടാമത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക വക്താവ്, ഞാൻ വായിക്കാം, അതുകൂടെ വായിക്കാം സമയമില്ലെങ്കിലും, പുരോഗമന വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ലിംഗസമത്വത്തിന് വഴിയൊരുക്കുന്നതും സ്ത്രീകളുടെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഉചിതമായ തീരുമാനമാണത്. ലിംഗപരമായ വിവേചനം, വിശ്വാസപരമായ കാര്യങ്ങൾ പാടില്ല. അതെത്ര പവിത്രമായാലും ആചാരമായാലും അത് പാടില്ല എന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ വക്താവ് നിലപാട് 29-ാം തീയതി എല്ലാ പത്രങ്ങളിലും വന്നതാണ്. ഇതിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. ഞങ്ങൾ പറഞ്ഞു, ശബരിമല സംഘർഷഭൂമിയാക്കരുത്, ആരാധനയുടെ നോക്കണം, വിധി പഠിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ അന്നത്തെ BJP പ്രസിഡന്റ്, താങ്കളും എൻ്റെ കൂടെ പത്രസമ്മേളനത്തിലുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? ഇത് പറഞ്ഞവരാണ്. സത്യം എവിടെയാണ്? ഇങ്ങനെ ക്രൂരമായ സമീപനം സ്വീകരിക്കുന്ന കള്ളന്മാരായിട്ടുള്ള ജനങ്ങളെ നെഹ്റുജി പറഞ്ഞു, the politician has to educate the mass. ജനങ്ങളെ പഠിപ്പിക്കേണ്ട അധ്യാപകരാണെന്ന് നെഹ്റുജിയാണ് പറഞ്ഞത് 52-ല്. ആ നെഹ്റുജിയുടെ പാർട്ടിയുടെ നേതാവിനോട് ഇപ്പോഴേ അങ്ങനെ അരങ്ങ് തകർത്തുകൊണ്ട് യാത്ര നടത്തുന്ന നേതാവിനോട് ഞാൻ പറയുന്നു, നാളെ ഒരു മറുപടി പറയാതിരിക്കുക. ധൈര്യമുണ്ടോ?
ധൈര്യമുണ്ടെങ്കിൽ മറുപടി പറ. പിൻവാങ്ങിക്കഴിഞ്ഞ ശേഷം ഇന്ന് വരെ. എന്നിട്ട് ശരിയാണ്, ബുദ്ധിമാന്മാർ അവരാണ്. സമരമൊക്കെ ചെയ്ത് അടിയും വാങ്ങി എല്ലാം ചെയ്തു. 2019 തെരഞ്ഞെടുപ്പിൽ CPM ഒരു സീറ്റ് പോലും, ആലപ്പുഴ ഒഴികെ ഒരു സീറ്റ് പോലും കിട്ടാതെ എല്ലാം തട്ടിക്കൊണ്ടുപോയി. ഈ രാഷ്ട്രീയ കച്ചവടം, കബളിപ്പിക്കലാണ് ഈ രാജ്യം നേരിടുന്ന ഒരു വലിയ വെല്ലുവിളി എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങളാണ്. പിന്നെ ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. ആ ജഡ്ജ്മെന്റ് കൂടി എനിക്കൊരു പേര് ചാർത്തി തന്നല്ലോ. ആ പേര് പറഞ്ഞു പോയാൽ വികാരപരമായി നീണ്ടുപോകും. ആ സുവർണാവസര വിധിയുടെ കേരള ഹൈക്കോടതി സെറ്റസ് ചെയ്ത ഓർഡറും ഇതിൽ പെടുത്തിയിട്ടുണ്ട്. ഇനി ഇതിനൊക്കെ അപ്പുറത്ത് രാജീവ് ചന്ദ്രശേഖറിനെ അറിയാൻ ഞാനൊരു കാര്യം കൂടി പറയാം. ഇതിനിടയിൽ കേരള BJP 2018 ഒക്ടോബർ മാസം 18-ാം തീയതി കേരള ഹൈക്കോടതിയുടെ ഒരു ശ്രദ്ധേയമായ വിധി വന്നു. എന്തായിരുന്നറിയാമോ? ദേവസ്വം കമ്മീഷണർമാരായി ഹിന്ദുക്കളെ നിയമിക്കണമെന്നുള്ള ഹിന്ദു എന്ന വാക്ക് ഒഴിവാക്കിയിട്ട് ഹിന്ദു എന്ന വാക്ക് ഡിലീറ്റ് ചെയ്തുകൊണ്ട് ബില്ല് കൊണ്ടുവന്ന് 2ാം വായന പൂർത്തിയാകുമ്പോഴാണ് കേരള പ്രദേശ് BJP അതിനെതിരായിട്ട് കോടതിയെ സമീപിച്ചു. ഞാൻ അതിൽ വക്കീലല്ല, ഞാൻ കക്ഷിയായി തന്നെ, പെറ്റീഷനായിട്ട് തന്നെ ഞാൻ കൊടുത്തു. ഹിന്ദു അല്ലാത്ത ദേവസ്വം കമ്മീഷണറെ നിയമനം തടയാൻ ശ്രീധരൻപിള്ളയുടെ റിട്ട് ഹർജിക്ക് കഴിഞ്ഞു. ആ റിട്ട് ഹർജിയിൽ രായ്ക്ക് രാമാനം ഇവരെ പോയിട്ട് അത് പിൻവലിച്ചു എന്ന് അഫിഡവിറ്റ് കൊടുത്തുകൊണ്ട് 1 മാസം കഴിഞ്ഞപ്പോൾ ആ നിയമത്തിൽ ഹിന്ദുവിനെ മാത്രമേ കമ്മീഷണറായി നിയമിക്കാൻ പാടുള്ളൂ, ദേവസ്വം ഭരിക്കാൻ പാടുള്ളൂ എന്നുള്ള വിധി നേടിയെടുക്കാൻ സാധിച്ചു. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്നലെ ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടു. ഇതിനകത്തുള്ള ഒരു അധ്യായം അത് തന്നെയാണ്. അദ്ദേഹം വളരെ സന്തോഷത്തോടെ പറഞ്ഞു, ഇത് 3-ാമത്തെ അധ്യായം അതിനെ സംബന്ധിച്ചാണ്. ഇത് ഞാനിവിടെ എൻ്റെ പാർട്ടിയുടെ സമാരാധനായ സംസ്ഥാന അധ്യക്ഷങ്ങളോട് പറയുകയാണ്. ശബരിമല നട അടച്ചിടാൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള തന്ത്രിക്ക് നൽകിയ ഉപദേശം കോടതിയെ ലക്ഷ്യമല്ല. ഞാൻ ആ മനുഷ്യനോട് കോടതിയിൽ പറഞ്ഞു, ഇത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് അല്ല. അതിന്റെ തലേ ദിവസത്തെ മാതൃഭൂമിയിൽ എല്ലാത്തിനും ഫ്രണ്ട് പേജിൽ ഞാൻ നട അടച്ചിടില്ല, സ്ത്രീകൾ വന്നാൽ നട അടച്ചിടും ഇല്ല എന്ന് പറഞ്ഞ ആള് നിങ്ങൾക്കറിയാമോ? പിറ്റേ ദിവസം ഉച്ചയ്ക്ക് എല്ലാം എത്തി പോലീസിന്റെ യൂണിഫോം 2 സ്ത്രീകളെ ധരിപ്പിച്ചു. ഇല്ലീഗൽ സർ. പോലീസിന്റെ യൂണിഫോം വേറെ ആളെ ചെയ്യുന്നത് കേരള പോലീസ് ആക്ടിലെ കടുത്ത ക്രിമിനൽ കുറ്റമാണ്. ഡ്യൂട്ടിയിലുള്ള പോലീസുകാരന് മാത്രമേ യൂണിഫോം പാടുള്ളൂ, അല്ലാത്ത എല്ലാം ഒഫൻസ് ആണ്. ഈ 2 സ്ത്രീകളെ കൊണ്ട് പോയി. ഞാനിത് എഴുതിയിട്ടുണ്ട്. അവരുടെ ഇരുമുടിക്കെട്ടിൽ ഉണ്ടായിരുന്നത് ഏതൊക്കെയാ? രഹന ഫാത്തിമ. പറയാൻ പാടില്ലാത്ത വാക്കുകളാണ്. ഓറഞ്ചെന്നും മുന്തിരിയെന്നും ഒക്കെ പറഞ്ഞ് ഞാൻ എഴുതിയെങ്കിലും അതൊന്നും അല്ല, വേറെ ചില സാധനങ്ങളും ഉണ്ടായിരുന്നു. ഞാനത് എഴുതുള്ളൂ, ഞാൻ അവരെ അവമാനിക്കില്ല. അപ്പൊ ഇതൊക്കെ നടക്കുന്ന ഒരു നാട്ടിൽ അവിടെ എത്തി, നടപ്പന്തലിലെത്തി. നിങ്ങൾ എത്ര പേർക്കറിയാം 18-ാം പടി സീല് ചെയ്തു? സീല് ചെയ്ത ഒരൊറ്റ വിശ്വാസിക്ക് കിടക്കാൻ പാടില്ല. ആ കടത്താനുള്ള സമയത്താണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്. ഞാൻ പറഞ്ഞു, താങ്കൾ ജയിലിൽ പോകും മുമ്പ് ഇത് കണ്ടപ്പോഴാണെങ്കിൽ ഞാൻ പോകും. ഞാൻ സത്യസന്ധമായി, അപ്പൊ അവർക്ക് വിശ്വാസമുണ്ട്, അവരുടെ കുടുംബത്തിന് വിശ്വാസമുണ്ട്. മുമ്പത്തെ ഒരു കേസിന്റെ ഞാൻ അതിലേക്ക് പോകുന്നില്ല. സാറ് പറഞ്ഞാണെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നട അടച്ചിടാൻ സീല് ചെയ്ത് 18-ാം പടി സീല് ചെയ്ത് ഒരാൾ പോലും കടക്കാൻ അങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരു സന്ദർഭത്തിൽ അദ്ദേഹം അവിടെയുള്ള തന്ത്രി മാത്രമല്ല, പൂജാരി മാത്രമല്ല, പരികർമ്മികളെല്ലാം കൂടെ 18-ാം പടിയിൽ വന്നിരുന്നു കൊണ്ടാണ് സർക്കാരിനെ അന്ന് പരാജയപ്പെടുത്തിയത്. ആ ഇതുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ പ്രോഗ്രാം അയച്ചു തരും. അതായത് ജയിലിൽ കിടക്കുമ്പോൾ ഞാൻ ആ വീട്ടിൽ പോകാൻ ആഗ്രഹിച്ചു. ഞാൻ സുരേഷിന് അയച്ചു കൊടുത്ത് എൻ്റെ പ്രോഗ്രാമിലുണ്ട് 2 മണിക്ക് അവിടെ എത്തുമെന്ന്. പക്ഷെ നമ്മുടെ പ്രവർത്തകരെല്ലാം പറഞ്ഞു, സാർ ഇപ്പം പോകരുത്, അദ്ദേഹം ഒരു കൊടും കേസിലെ പ്രതിയാണ്. ഞാൻ പറഞ്ഞു, സ്റ്റേറ്റ് പ്രസിഡന്റ് ആലോചിച്ചിട്ട് അനുമതി ഉണ്ടെങ്കിൽ പോകാം. ഞാൻ പാർട്ടിക്ക് വിധേയനാണ്. പോയില്ല. ഇന്നലെ ഞാൻ പോയി. ഞാൻ ചോദിക്കട്ടെ, ആ തന്ത്രി അന്നങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ശബരിമല മൂവ്മെന്റ് എങ്ങോട്ട് പോകുമായിരുന്നു എന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇതൊക്കെയാണ് സത്യവും ധർമ്മവും. ഭഗവാനോട് ഞാൻ ഇനി എൻ്റെ ഒരു ബുക്ക് എഴുതില്ല, ഞാൻ ഒരിക്കലും ബുക്ക് എഴുതില്ല.
അന്നുള്ള ആളുകളെ നിയമരംഗത്തുള്ള ഉന്നതന്മാര് തൊട്ട് ഇങ്ങോട്ട് എല്ലാവരെ പറ്റി ഞാൻ പഠനം നടത്തിയിട്ട് എഴുതിയിട്ടുണ്ട്. ശബരിമല ധർമ്മശാസ്താവിനോട് ഈ അനീതി കാണിച്ചവര്, അഹങ്കാരികള്, ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും ചെറുതും വലുതുമായ ഒരുപാട് ശിക്ഷ ലഭിച്ചു. ഞാനത് അങ്ങനെ ഒരു പുസ്തകമാക്കി എഴുതുന്നത് എൻ്റെ മാന്യത ഇല്ലാത്തതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. എന്തിന് തളിപ്പറമ്പിൽ ഭാര്യയെ കൂട്ടി വന്ന ഡൽഹിയിൽ നിന്നുള്ള ഒരാളിനെ പറ്റി നിയമജ്ഞനെ ഞാൻ പറയുന്നുള്ളൂ. ഞാനൊരു കണ്ടം റിപ്പോർട്ടൊന്നും നിൽക്കുന്നില്ല. വന്നു പൊതുവാളെ കണ്ട് ഇതൊക്കെ എടുത്തിട്ട് പോയി. ഓരോരുത്തരും മന്ത്രിമാർ, കളക്ടർ, ഉദ്യോഗസ്ഥന്മാര്, പോലീസുകാര്. അത് ഏറ്റവും അടുപ്പമുള്ള ആളാണ് അന്നത്തെ DGP, അന്ന് കൊണ്ടുപോയ ആള്. അതിൻ്റെ ഒരു കേസ് ഞാൻ നടത്തിയിട്ടുള്ളത്. ഞാൻ പറയുന്ന ഈ പോലീസിന്റെ ഈ ക്രൂരമായ സമീപനം ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപകടകരമാണ്. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൽ ഇത്തരം കാര്യങ്ങൾ തുടക്കമാണ്. ഇതിനെപ്പറ്റി കണ്ണുള്ളവർ കാണുക, കാതുള്ളവർ കേൾക്കുക. ഞാൻ വേറൊന്നിനും നിൽക്കുന്നില്ല. ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സുവർണാവസര വിധി രാജീവ് വിജയ്ക്കുൾപ്പെടെ, സുരേഷിനുൾപ്പെടെ പഠിക്കേണ്ട വിഷയമാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ പൊതു യോഗം ഒരു ഹാളിൽ നടക്കുമ്പോൾ എൻ്റെ സംസ്ഥാന അധ്യക്ഷനെ പാർട്ടി പ്രവർത്തകരോട് മറച്ചു വെച്ച് പറയേണ്ടവരല്ല. ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ വരുന്ന വാക്കുകൾ പറയാവുന്നതാണ്. അത് പറയുന്നത് ഒരിക്കലും പൊതുപ്രസംഗമായി കണക്കാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ കേസ് വിട്ടിരിക്കുന്നത്. എൻ്റെ ഗുണം സജി ചെറിയനൊക്കെ ലഭിച്ചേക്കാം. പക്ഷെ സജി ചെറിയൻ മാത്രമല്ല പ്രശ്നം. പൊളിറ്റിക്കൽ വർക്കേഴ്സിന്റെ അടിസ്ഥാനപരമായ ജഡ്ജ്മെന്റാണിത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണമെന്ന് അഭ്യർത്ഥിക്കാൻ മാത്രമാണ് ഞാൻ ഇത്രയും സമയമെടുത്ത് ഇവിടെ സംസാരിക്കാൻ ഇടയായത്. 15 മിനിറ്റ് എന്ന് പറഞ്ഞെങ്കിലും എൻ്റെ വാക്ക് പാലിക്കാൻ പറ്റിയില്ല. എൻ്റെ ആത്മാർത്ഥത ഓർത്ത് നിങ്ങൾ 15 മിനിറ്റ് എന്നുള്ളത് ഞാൻ 22 മിനിറ്റോളമായി. അത് എന്നോട് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ 2 പുസ്തകങ്ങൾ, മറ്റേ പുസ്തകം പേരെന്ന് പറഞ്ഞിരുന്നു, വയസ്സിനായിട്ട് ഓർമ്മ പറഞ്ഞു, വൃക്ഷവൈജ്ഞാനികം. അത് വൃക്ഷ ചികിത്സയിൽ ഗവർണറായിരുന്ന ഞാൻ, അതിലെന്നെ സഹായിച്ച ആളാണ് അവിടെ ഇരിക്കുന്ന ആള്. ഒരു ഓൾ ഇന്ത്യ തലത്തിൽ എല്ലാ പണ്ഡിതന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവിടെയുള്ള 500 കൊല്ലത്തിലധികം പഴക്കമുള്ള വൃക്ഷങ്ങൾക്ക് ആയുർവേദ ചികിത്സ നൽകിക്കൊണ്ട് അവ വീണ്ടും തളിർത്ത് കിളിർത്ത് മുന്നോട്ട് പോയ ഉദാഹരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ എഡിറ്റ് ചെയ്ത പുസ്തകമാണ് വൃക്ഷ വൈജ്ഞാനികം. ആ 2 പുസ്തകങ്ങളും എൻ്റെയാണ്. ഇതെല്ലാം ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ സമൂഹത്തോടുള്ള ചുമതല നിറവേറ്റാനാണ്. റോയൽറ്റിയായി എനിക്ക് കിട്ടിയ തുകകളൊന്നും ഇന്ന് വരെ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ അവസാനം പോരുമ്പം എനിക്ക് അടിയന്തരാവസ്ഥയുള്ള പുസ്തകത്തിന് 1,12,000 രൂപയാണ് റോയൽറ്റി ഡൽഹിയിൽ നിന്ന് കിട്ടിയത്. ഞാൻ അവിടെ ഒരു രാജ്ഭവൻ പാവപ്പെട്ടവർക്ക് അന്നദാനം ചെയ്യാനുള്ള ഒരു ഫണ്ട് ഉണ്ടാക്കി അതിലേക്ക് കൊടുത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ ചുമതല കഴിഞ്ഞിങ്ങോട്ട് വന്നിട്ടുള്ളത്. എൻ്റെ ഉദ്ദേശശുദ്ധിയെ മാനിക്കണം. ഞാൻ ആരെയും, സതീശനെയോ പിണറായി ആരെയും കുറ്റപ്പെടുത്താനല്ല. ഈ വസ്തുത കാണട്ടെ. ഈ വന്ധ്യവയോധികനായ രാജഗോപാലിയുടെ പേരുള്ള കേസ് പിൻവലിക്കാനുള്ള മനസാക്ഷി കേരളത്തിലെ ഭരണകൂടത്തിന് ഉണ്ടാകട്ടെ. അദ്ദേഹം അപേക്ഷയായിട്ട് പോവില്ല. അത് ചെയ്താൽ നന്നായിരിക്കും. ചെയ്ത തെറ്റ് തിരുത്തലായിരിക്കും. അതിനുവേണ്ടി കൂടി അവർ മുന്നോട്ട് വരട്ടെ. അതുപോലെ നമ്മുടെ തന്ത്രിയുടെ കാര്യത്തിൽ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. പക്ഷേ ഒരു തെളിവുമില്ല. നോട്ട് ഈവൻ ആൻ അയോട്ട ഓഫ് എവിഡൻസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. 90 പേരുള്ള ഒരു ജാമ്യാപേക്ഷയ്ക്ക് എഴുതുക ജഡ്ജ്മെന്റിൽ. അത് അതിനെ സംബന്ധിച്ച് പറഞ്ഞത് നോ അയോട്ട ഓഫ് എവിഡൻസ്. ഒരു കണിക പോലും ഇല്ല സാർ. ഒരു കണിക പോലും ഇല്ലാത്തതിലാണ് 41 ദിവസം അതൊക്കെ പിടിച്ചിട്ടത്. പക്ഷേ കലിയുഗവരതനായ അയ്യപ്പൻ ശക്തനാണ്. 41 ദിവസം എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാം. നമ്മൾ വ്രതമെടുത്താൽ വിജയിക്കും. അങ്ങനെയാണ് തന്ത്രി വന്നത്. ആ തന്ത്രിക്ക് സ്വീകരണം കൊടുക്കാൻ കോടതിയുടെ പെർമിഷൻ വാങ്ങിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് വരണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.